പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോനാസ് തിയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ട് പാസ്റ്റർമാരുടെ മക്കൾ സുവിശേഷ വേലയിലില്ല. ഇന്ന് ഭൂരിഭാഗം ദൈവദാസന്മാരുടെയും അല്ലെങ്കിൽ പാസ്റ്റർമാരുടെ മക്കൾ ഡോക്ടറോ എഞ്ചിനീയറോ അതേപോലെ നഴ്സുമാരോ ഒക്കെ ആയി വിദേശങ്ങളിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ സുവിശേഷ വേലയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 7 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. അതിലൊന്നാമതായിട്ട് ഈ കുഞ്ഞുനാൾ മുതൽ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികളുടെ ചില ജഡീകന്മാരായ വിശ്വാസികളുടെ അമിതമായ അടിച്ചമർത്തൽ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സഭയിൽ നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ദേവദാസന്മാർ ഉപദേശങ്ങൾ പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങളുടെ മുകളിലേക്ക് തീർക്കുന്ന ചില ജഡീകന്മാരുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല ഡ്രസ്സ് ധരിക്കാൻ പറ്റില്ല. അപ്പോൾ വിശ്വാസികൾ സമ്മതിക്കില്ല. പാസ്റ്റർമാര് എപ്പോഴും കൂറയായിട്ട് നടക്കണം എന്നാണ് ചിലരുടെ ആഗ്രഹം. നന്നായിട്ട് മുടി വെട്ടാൻ സമ്മതിക്കത്തില്ല. എല്ലാറ്റിനും കുറ്റം കണ്ടുപിടിക്കുന്ന കുറേ ജഡീകന്മാരായ വിശ്വാസികൾ സഭയിലുണ്ടെങ്കിൽ പിന്നെ ആ തലമുറ ഒരിക്കലും അവർക്ക് സുവിശേഷ വേലയ്ക്ക് താല്പര്യം ഉണ്ടാകില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ കുഞ്ഞുനാളിൽ അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. ഞാൻ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞത്, ദൈവവചനം വിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. മറ്റു കുഞ്ഞുങ്ങളെ പോലെ അവർ തികഞ്ഞ ആത്മീയരൊന്നും അല്ലല്ലോ. കാരണം കുഞ്ഞുനാളിൽ അത്രയും ആത്മീയം അവർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെ വലിയവർ പോലും ആത്മീയരായിട്ട് ജീവിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്ത് പറയണം? അപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്കതുണ്ടാകും. അപ്പോൾ നമ്മൾ എല്ലാത്തിനും അവരെ അങ്ങനെ കുറ്റം പറയാൻ നിന്നാൽ അവരൊരിക്കലും കർത്താവിൻ്റെ വേലയിൽ എന്ത് ചെയ്യില്ല, വരില്ല. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഇനി രണ്ടാമത്തെ കാര്യം, മിക്ക പാഴ്സനേജുകളും ഈ ചോർന്നൊലിക്കുന്ന പാഴ്സനേജുകളാണ്. പണ്ട് പണിത പാഴ്സനേജുകൾ ആരും പുതുക്കി പണിയാൻ ആർക്കും താല്പര്യമില്ല. പക്ഷേ വിശ്വാസികളാണെങ്കിൽ വലിയ മണിമാളിക പോലത്തെ വീടുകളൊക്കെ വെച്ച് താമസിക്കുന്നവരുമാണ്. അപ്പം ഇവരിങ്ങനെ ഈ മാറി മാറി ചോർന്നൊലിക്കുന്ന ബാത്റൂമൊക്കെ വൃത്തിഹീനമായ പാഴ്സനേജിൽ താമസിച്ച് ഇവർക്കിപ്പോൾ താല്പര്യമില്ല, മക്കൾക്ക് താല്പര്യമില്ല. കാരണം ഇവരും ഇതേ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറകൾക്ക് എന്തില്ല, ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ സുവിശേഷ വേലയ്ക്ക് എന്തില്ല, താല്പര്യമില്ല. അല്ലേ? ഞാൻ പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഇതിന് ഓരോ പാഴ്സനേജുകളും നല്ല വൃത്തിയും വെടിപ്പും നല്ല സൗകര്യത്തോടു കൂടി എന്ത് ചെയ്യണം, പണിതിടണം. കാരണം ഈ ദൈവദാസന്മാരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. അപ്പോൾ എല്ലാ പാഴ്സനേജിലും, പഴയ എല്ലാ പാഴ്സനേജിലും പൊളിച്ച് നല്ല പുതിയ നല്ല വൃത്തിയുള്ള പാഴ്സനേജിൽ പണിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ദൈവദാസന്മാർ പറയുന്നത്, ഞങ്ങളോ കഷ്ടത സഹിച്ചു, അതുകൊണ്ട് ഞങ്ങളുടെ മക്കള് കഷ്ടത സഹിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്താണ് ജോലിക്ക് വിടുന്ന കുറേ ദൈവദാസന്മാരുണ്ട്. പക്ഷെ നമ്മൾ വചനം പഠിച്ചു കഴിഞ്ഞാൽ 2 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ചാൽ പൗലോസ് പറയാണ്, തിമോഥെയോസിനോട് പറയാണ്, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അപ്പൊ അനേക കഷ്ടങ്ങൾ സഹിച്ച ഈ പൗലോസ്, നമുക്കറിയാം യേശുക്രിസ്തു കഴിഞ്ഞാൽ ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടം സഹിച്ചൊരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പം ഈ പൗലോസ് പറയാണ്, മോനെ ഞാൻ കഷ്ടം സഹിച്ചു, അതുകൊണ്ട് നീ ഇനി എന്ത് ചെയ്യണ്ട, കഷ്ടം സഹിക്കേണ്ടെന്നല്ല പറഞ്ഞത്. പൗലോസ് എന്താ പറഞ്ഞേ, ഈ ആത്മീയ ദർശനം, ഈ വെളിപ്പാട് അല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനുള്ള പ്രതിഫലങ്ങളെ കുറിച്ച് അമ്മയെ മനസ്സിലാക്കി കഴിഞ്ഞപ്പം തിമോഥെയോസിനോട് പൗലോസ് പറയാണ്, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കണം. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചാലാണ് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുള്ളൂ. ആ വലിയൊരു വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിമോഥെയോസിനോട് പറയുന്നത്, നീ എന്നോട് കൂടെ എന്ത് ചെയ്യണം, കഷ്ടം സഹിക്കണം. പക്ഷെ ഇന്നത്തെ ദൈവദാസന്മാര് പറയുന്നത്, ഞങ്ങളോ കഷ്ടം അനുഭവിച്ചു, ആമേൻ, ഞങ്ങൾ പട്ടിണിയായിരുന്നു, ആമേൻ, അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾ എന്ത് ചെയ്യരുത്, പട്ടിണി അനുഭവിക്കരുത്, കഷ്ടാന്യത അനുഭവിക്കരുത്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അവർ നന്നായി ജീവിക്കണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഭൂരിഭാഗം ദേവദാസന്മാരും മക്കളെയൊക്കെ എന്ത് ചെയ്യാണ്, ജോലിക്ക് വിടുകയാണ്.
അപ്പൊ മൂന്നാമത്തെ കാര്യം, ദൈവദാസന്മാര് പറയാണ്, ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് എന്റെ മക്കൾ എന്ത് ചെയ്യരുത്, കഷ്ടം സഹിക്കരുന്ന് പറയാണ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ കാര്യം, ഈ പെന്തക്കോസ്ത് സഭകളിലെ അടിയും തല്ലും ബഹളങ്ങളും ജഡീകന്മാരായ വിശ്വാസികളുടെ വാഴ്ചകൾ. കാരണം ദൈവദാസന്മാരെടുക്കേണ്ട തീരുമാനങ്ങൾ പലതും ഇന്ന് ജഡീകന്മാരായ വിശ്വാസികളാണ് എടുക്കുന്നത്. ദൈവദാസന് അതിനുള്ള അവസരങ്ങൾ അവിടെ കൊടുക്കുന്നില്ല. കാരണം ഇപ്പൊ കമ്മിറ്റികളാണല്ലോ പ്രശ്നം. കമ്മിറ്റികളിൽ അടിയും തല്ലും ബഹളവും, ഇതൊക്കെ പുതിയ തലമുറകൾ കാണുമ്പോൾ എങ്ങനെയാണ് അവർ വിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്? സ്വാതന്ത്ര്യമായി ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തമായിട്ട് പാസ്റ്റർമാർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇതൊക്കെ തലമുറകൾ കാണുകയാണ്. സഭയിലുള്ള അടിയും ബഹളവും, കസേര കൊണ്ടുള്ള അടിയും തല്ലും ബഹളവും ഒക്കെ തലമുറകൾ കാണുകയാണ്. പിന്നെ എങ്ങനെയാണ് അവർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്? അവർ ഒരിക്കലും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങില്ല. ആമേൻ. അതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേതൃത്വങ്ങളുടെ മാതൃകയില്ലായ്മയും പക്ഷം പിടിക്കലും ഒക്കെയാണ്, അല്ലെ? നമുക്കറിയാം, പല ഉപദേശങ്ങളൊന്നും മാറ്റി പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഇലക്ഷനൊക്കെ വന്നു, അല്ലെ? ഇലക്ഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ബൈബിള് പറഞ്ഞു മത്സരം ആഭിചാര ദോഷം പോലെയാണെന്നാ. ഇലക്ഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു ദൈവദാസൻ മറ്റൊരു ദേവദാസനെ കുറ്റം പറയുന്നു. അവരെ അണികൾ മറ്റുള്ള ദേവദാസന്മാരെ കുറ്റം പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് വോട്ട് പിടിക്കുന്നത്. അവ എന്തൊക്കെ അക്രമങ്ങളും അനീതികളും കോഴ കൊടുക്കലും, എന്തൊക്കെ അക്രമങ്ങളും അനീതികളാണ് ദൈവസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ തലമുറകൾ കാണുകയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ തലമുറകൾക്കൊന്നും അറിയില്ലെന്ന്. അവരൊക്കെ നല്ല ബുദ്ധിമാന്മാരാ. നമ്മളെക്കാളും ജ്ഞാനം വിവേകവും ബുദ്ധി അവർക്കുണ്ട്. അവർ മിണ്ടാതിരിക്കുന്നുള്ളൂ. പക്ഷെ സമയമാകുമ്പോൾ അവരിതൊക്കെ വെളിപ്പെടുത്തും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സഭകളിൽ നമ്മൾ മാതൃകയുള്ളവരായി ജീവിക്കണം. നേതൃത്വങ്ങൾ മാതൃകയുള്ളവരായി ജീവിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ മാറ്റിക്കൊണ്ടുവന്നു, അല്ലേ? പലവിധമായ ഉപദേശങ്ങൾ വരുത്തിയില്ലേ? അവരവരുടെ കസേരകൾ ഉറപ്പിക്കുവാനും വേണ്ടി, സ്ഥാനങ്ങൾ ഉറപ്പിക്കുവാനും വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നില്ലേ? ഇതൊക്കെ നമ്മുടെ തലമുറകൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മുടെ തലമുറകൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്? അപ്പൊ നേതൃത്വങ്ങളുടെ മാതൃകയില്ലായ്മ, അവരുടെ ഉപദേശ പിശകുകൾ. ആദ്യം നല്ല ഉപദേശം തന്നു, ഇപ്പൊ ഉപദേശം വിട്ടുപോയി തുടങ്ങി. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ തലമുറകൾ ഒരിക്കലും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങത്തില്ല. അതാണ് അഞ്ചാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ സ്ഥലമാറ്റം. യഥാർത്ഥമായിട്ട് ആത്മീയത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, ഉപദേശത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ദേവദാസന്മാര് സഭയിൽ ഉപദേശം പറഞ്ഞാൽ ജഡീകരായ വിശ്വാസികൾ എന്ത് ചെയ്യും? സെന്ററിലേക്ക് വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ദേവദാസനെ അവിടെ നിന്ന് സ്ഥലം മാറ്റും. ചിലപ്പോൾ 2 മാസം കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പോൾ സ്ഥലം മാറേണ്ടി വരും. ചിലപ്പോൾ ഇടുക്കിയിലേക്കോ അതേപോലെ വയനാട്ടിലേക്കൊക്കെയാണ് ഇവർക്ക് മാറ്റം കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവരുടെ സ്കൂൾ പഠിത്തങ്ങൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ആവും. ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ ഈ മാറ്റങ്ങളൊക്കെ, അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അത് ദൈവികമാണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ഈ 3 വർഷം കൂടുമ്പോഴുള്ള ഈ സ്ഥലം മാറ്റം ദൈവികമാണോ, അത് വിശ്വാസികൾ എന്തെല്ലാം ദോഷങ്ങൾ വരുത്തി വെക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ഇവർ വലയുക. അപ്പൊ അതുകൊണ്ട് ഇവർക്കും എന്താണ്, അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറുകയാണ്. അപ്പൊ ഇവരും ചിന്തിക്കുന്നു, ഇവരും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ ഇത് തന്നെയാണ് സ്ഥിതി. അപ്പൊ യഥാർത്ഥമായിട്ട് ഉപദേശം പറയാൻ സഭയിൽ കഴിയില്ല. അപ്പൊ അതിന്റെയൊക്കെ അനന്തര ഫലങ്ങൾ ഇവർ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആമേൻ, അടുത്ത തലമുറ എന്തില്ല, ആഗ്രഹിക്കില്ല, സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പാസ്റ്റർമാർക്ക് മിക്കതും സഭകളിൽ ശമ്പളമാക്കിയേക്കുക. ബൈബിളിൽ ശമ്പളത്തിന്റെ വ്യവസ്ഥ ഇല്ല കേട്ടോ. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അപ്പം ഇന്ന് 25,000 രൂപയ്ക്കാണ് നമ്മുടെ ഇവിടെയുള്ള സഭകളിലൊക്കെ ശമ്പളമാക്കി വെച്ചേക്കുക. എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം, ഒരു ദിവസം എൻ്റെ അടുത്ത് ഇവിടെ ഒരു വിശ്വാസിയുണ്ട്. പക്ഷെ അവർ തൃശ്ശൂർ പോകുന്ന ഒരു ചർച്ചിലെ വിശ്വാസിയാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് സുഖമില്ലാണ്ടായി. അപ്പൊ ഞാനും 1-2 വിശ്വാസികളും കൂടി ഞങ്ങൾ അവരെ വീട്ടിൽ ചെന്നു. അങ്ങനെ ഇത്തിരി സീരിയസ് ആയിരുന്നു കേസ്. അപ്പൊ ഞങ്ങള് പെട്ടെന്നൊരു ആംബുലൻസ് വിളിച്ച് തൃശ്ശൂര് മിഷൻ ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്ത് കൊണ്ടുപോയി. അപ്പം ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. അപ്പൊ ഒരു 10-12 മണി വരെ ഞങ്ങളോട് വെയിറ്റ് ചെയ്തു. 12 മണി ആയപ്പം അവരുടെ സഭയിലെ, അവർ പോകുന്ന സഭയിലെ പാസ്റ്റർ അവിടെ വന്നു. 12 മണിക്കാട്ടോ അദ്ദേഹം എത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു രസകരമായ കാര്യമാണ്, എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറയാണ് ഇങ്ങനെ, പാസ്റ്ററെ, ഇവിടെ സഭ തുടങ്ങിയപ്പം എനിക്ക് ദശാംശമായിരുന്നു എന്ത് ചെയ്യുന്നത്, തന്നുകൊണ്ടിരുന്നത്. നമുക്ക് ദശാംശമാണോ ഓഹരിയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീട്ടിൽ ചിന്തിക്കാം. അപ്പം പിന്നെ സഭ വളർന്നു, വിശ്വാസികൾ കൂടി, വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞപ്പം ഇപ്പൊ എനിക്ക് ശമ്പളമാണ് പാസ്റ്റർ തരുന്നതെന്ന് പറഞ്ഞു.
ഇപ്പൊ ശമ്പളമാണ്. അപ്പൊ ആ പാസ്റ്റർ വിശ്വാസിയാണ്, ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ഇടയനാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആടുകളെ ഇട്ടേച്ച് പോവില്ല. കൂലിക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും, ശത്രുക്കൾ വരുമ്പോൾ കാട്ടും മറ്റു മൃഗങ്ങൾ പിടിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യും, കൂലിക്കാരനാണ് ഇട്ടേച്ച് പോകും. ഇപ്പൊ ഞാൻ ഇടയനല്ല, ഞാൻ കൂലിക്കാരനാണ്, എനിക്കിപ്പോ ശമ്പളമാണ് അവർ തരണേന്ന്. അത് വളരെ രസകരമായിട്ട് തോന്നി എനിക്കത്. കാരണം ഇപ്പൊ പുള്ളിക്ക് ശമ്പളം കൊടുക്കുന്നത്, അപ്പൊ പുള്ളി കൂലിക്കാരനാണല്ലോ. അപ്പൊ ഇപ്പൊ ഇടയനല്ല, ഇടയന്റെ സ്ഥാനമല്ല പുള്ളിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് അതുകൊണ്ട് ദൈവദാസന്മാർക്ക് എന്താണ്, ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞു പോയി. കാരണം നമുക്കറിയാം, ചില ദേവദാസന്മാർ വണ്ടിയൊക്കെ ലോണാണ് എടുത്തേക്കണത്. അപ്പൊ അതിന്റെ അടവുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, വീട്ടിലെ ചെലവുകൾ. അപ്പൊ 25,000 രൂപയ്ക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, തികയുന്നില്ല. ആമേൻ. ഞങ്ങള് ഇപ്പം 25,000 ഒന്നുമില്ല ഞങ്ങൾക്ക് ചെലവ് വരുന്നില്ല. അല്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനും ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനും വാടക കൊടുക്കുന്നതിനൊക്കെ ഇവിടെ കാശ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 40,000 45,000 രൂപ ഒരു ചുരുങ്ങിയ ചെലവിടെ വരുന്നുണ്ട്. കാരണം എൻ്റെ ചർച്ചിന് 10,000 റെന്റ്, അതേപോലെ എൻ്റെ വീടിന് 10,000 റെന്റ്, അതുപോലെ കുഞ്ഞുങ്ങളുടെ 3 വരെ ഫീസ് 10,000. അപ്പൊ തന്നെ 30,000 ആയി. പിന്നെ പരിശോധന പോകണം, പെട്രോൾ, അതിന് വണ്ടിക്ക് പെട്രോൾ അടിക്കണം, വീട്ടിലെ ചെലവ് എല്ലാം കൂടി ചുരുങ്ങിയത് ഒരു 15,000 കൂട്ടിയാൽ, വീട്ടു ചെലവും പെട്രോൾ അടിക്കുന്ന കാശൊക്കെ ചുരുങ്ങിയത് കൂട്ടിയാൽ ഒരു 15,000. അപ്പൊ തന്നെ 45,000 രൂപ ചെലവായി. അമേൻ. കാരണം പഴയ പോലെ ഒന്നല്ല, കുഞ്ഞുങ്ങൾ മുതിർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇപ്പൊ ശമ്പളമാക്കിയേക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇനി ചില വാക്യങ്ങൾ നമുക്ക് നോക്കണം. ബൈബിളിൽ നിന്നാണല്ലോ നമുക്ക് തെളിവെടുക്കേണ്ടത്. ഈ 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഞാൻ വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുകയാണ്, ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിക്കുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ടാണ് ഉപജീവിക്കുന്നത്. പഴയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഈ ലേവ്യർക്ക് എന്തില്ല, വേറെ അവകാശങ്ങളില്ല. അപ്പോൾ എന്താണ്, ഈ മറ്റ് 11 ഗോത്രങ്ങളാണെന്നെങ്കിൽ ലേവ്യർക്ക് വേണ്ടതെന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പം അതേപോലെ ഇവിടെ പറയാണ്, ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകും നിങ്ങൾ അറിയുന്നില്ലയോ? അല്ലെ, ആ ഒരു കുറവ് എന്ത് ചെയ്യണം, ആ യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരു കുറവ് മാറ്റി വെക്കണം. നമുക്ക് പഴയ നമുക്ക് പഠിച്ച ലേവ്യ പുസ്തകമൊക്കെ പഠിച്ചത് നമുക്കറിയാം. അപ്പോ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നിട്ട് പറയാണ്, അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. ഈ വിശ്വാസികൾ എന്ത് കൊടുക്കണം? ദൈവദാസന്മാർക്ക് കൊടുക്കണം. അതെന്താണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്നിട്ട് അതിന്റെ 7-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്, നിങ്ങളത് വീട്ടിൽ പോയിട്ട് ബാക്കി വായിച്ചാൽ മതി. 7-ാം വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്, സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാർ, മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ, ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവനാർ. അപ്പോൾ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നവൻ എന്ന ആട്ടിൻകൂട്ടത്തിന്റെ പാല് കൊണ്ടാണ് ഉപജീവനം കഴിക്കേണ്ടത്, അല്ലാണ്ട് കൂലി കൊണ്ടല്ല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനി 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇനി കൊലോസ്യ ലേഖനം നമ്മൾ പഠിച്ചാൽ, ഈ കൊലോസ്യ ലേഖനം ദൈവദാസന്മാർ ആരാണ്, എന്തിനാണ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കണം. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം ഞാൻ വായിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനം ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകന്മാരായിരിക്കുന്നു. അപ്പൊ ഈ ദൈവത്തിന്റെ അല്ലെങ്കിൽ സഭയുടെ, ദൈവമാക്കി വെച്ച സഭയുടെ ശുശ്രൂഷകന്മാര്, അവർക്ക് ദൈവം കൊടുത്ത ഉദ്യോഗമാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് അല്ലെ, അതിനാര് ശമ്പളം കൊടുക്കുന്നേ? ഗവൺമെന്റ് ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞ ജനത്തിന്റെ നിന്ന് അത് പിരിച്ചിട്ട് ഗവൺമെന്റ് അല്ലെ, ജനത്തിന്റെ നികുതി പണത്തിൽ നിന്നാണ് എന്ത് കൊടുക്കുന്നത്? ഈ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ ഇതേപോലെ ദൈവം നൽകിയ ഉദ്യോഗമാണ് ഈ പാസ്റ്റർ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് ദേവദാസന്മാർക്കും ആ ബോധ്യം ഉണ്ടാകണം. ആ വേല ചെയ്യണം. ചുമ്മാ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, കുടുംബ പാസ്റ്റർമാരായിട്ടിരുന്നിട്ട് കാര്യമില്ല, ദേശത്തിറങ്ങി വേല ചെയ്യണം. അതൊക്കെ നമുക്ക് പറഞ്ഞു വരാം. അപ്പൊ ഇവിടെ ഇരിക്കുന്നതാണ് ദൈവം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗമാണ്. കണ്ടോ,
അപ്പൊ ഈ ഉദ്യോഗമാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഗവൺമെന്റ് ജോലി ചെയ്ത മാസം മാസം ശമ്പളം കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ദൈവദാസന്മാർക്ക് കൊടുക്കണം. പിന്നെ അവരെന്ത് ചെയ്യും? ഇന്ന് പല ദൈവദാസന്മാരും കന്നാലി കച്ചവടവും ബ്രോക്കർ കച്ചവടവും അല്ലെ മറ്റു ബിസിനസ്സുമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥമായിട്ട് ഒരു ദൈവദാസന് ഇതൊന്നും പറ്റില്ല. ബൈബിള് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും യോജിക്കുന്ന പരിപാടിയല്ല. അവർ വിശ്വാസത്താൽ കർത്താവിൽ നിന്ന് പ്രാപിക്കണം. ആത്മാക്കളെ നേടി അവരുടെ പാല് കൊണ്ട് ഉപജീവനം കഴിക്കണം. ഇതാണ് ദൈവം പറയുന്നത്. അല്ലാതെ മറ്റുള്ള ലോകപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തിക്കൊണ്ട് ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. ഇനി നമുക്ക് നോക്കാം ഈ 1 തിമോഥെയോസ് ലേഖനം 5:17 മുതലുള്ള വാക്യങ്ങൾ. 1 തിമോഥെയോസ് 5-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണണം. അല്ലേ? ഇന്ന് ചില സഭകളിൽ പാസ്റ്റർമാര് ബുള്ളറ്റ് മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പാസ്റ്റർമാര് ബുള്ളറ്റ് ഓടിച്ചെന്താ പ്രശ്നം? എനിക്ക് ബുള്ളറ്റും ഇല്ല, ബൈക്കും ഇല്ല കേട്ടോ. ആമേൻ. പാസ്റ്റർമാര് ബുള്ളറ്റ് ഓടിച്ച എന്നാ പ്രശ്നം? നല്ല വാഹനത്തിൽ നടന്നാൽ എന്നാ പ്രശ്നം? ഒരു കുഴപ്പമില്ല. ആമേൻ. നല്ലൊരു വീട്ടിൽ കിട താമസിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആമേൻ. ഇതൊക്കെ വിശ്വാസികളുടെ ഇടുങ്ങിയ ചിന്താഗതിയാണ്. വിശ്വാസികൾക്ക് ബുള്ളറ്റിൽ പോവാം, ദേവദാസന്മാർക്ക് ബുള്ളറ്റിൽ പോകാൻ പാടില്ല. എന്നാളൊരു സഭയിൽ ഞാൻ ചെന്നപ്പം അവിടെ അങ്ങനെ നിയമം വെച്ചിരിക്കുക, ദേവദാസന്മാര് ബുള്ളറ്റ് മേടിക്കരുതെന്ന്. ഈ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ഈ പിശാചിനോടൊക്കെ യുദ്ധം ചെയ്യുന്ന ദേവദാസന്മാർ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. കാരണം ഇന്ന് നല്ല നല്ല വാഹനമാണെങ്കിൽ സേഫ്റ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യാത്ര ചെയ്യാൻ പറ്റും. ആമേൻ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് വേറെ വീഡിയോയിൽ ചിന്തിക്കാം. അപ്പൊ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കണം. അപ്പൊ ദൈവദാസന്മാര് ചെയ്യേണ്ട കാര്യം അതാ ഞാൻ പറഞ്ഞ കന്നാലി കച്ചവടം മറ്റും പരിപാടിയായിട്ട് നടക്കരുത്. അതായത് ഈ അപ്പോസ്തലനായ അപ്പോസ്തലപ്പെടുത്തിയുള്ള പുസ്തകത്തില് പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഇതാണ് ദൈവദാസന്മാർ ചെയ്യേണ്ടത്. അല്ലാതെ ലോകപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയല്ല ചെയ്യേണ്ടത്. അതും കൂടെ ദൈവദാസന്മാർ ശ്രദ്ധിക്കണം. ആമേൻ. എന്നിട്ട് പിന്നെ പറയാണ്: മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാണ്. കണ്ടോ? വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാണ്. അപ്പൊ ആടുകളെ നോക്കിയാൽ അതിന്റെ പാൽ എന്ത് ചെയ്യണം? പാല് കൊണ്ട് ഉപജീവനം കഴിക്കണം ദൈവദാസന്മാർ, പാസ്റ്റർമാര്. അതാണ് വചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഗലാത്യ ലേഖനം പഠിച്ചു കഴിഞ്ഞാൽ, ഗലാത്യ ലേഖനത്തില് നമുക്കിത് വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ദശാംശം, ഓഹരിയും ഒക്കെ കുറിച്ച് എന്താണ് ഈ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് 3 വിധമായ കൊടുക്കലുണ്ട്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. അത് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇതിനകത്ത് പറയാൻ പറ്റില്ല. എങ്കിലും ഇതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഞാൻ പറയുന്നുള്ളൂ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ഇത് ദശാംശത്തെ കുറിച്ചല്ല, ഓഹരിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു വീട്ടില് 5 പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 100 രൂപ കിട്ടിയാൽ അവരെന്ത് ചെയ്യണം? അത് 6ആയിട്ട് വായിക്കണം. എന്ന് പറഞ്ഞാൽ ഒരാള് പാസ്റ്റർ, അപ്പൊ 6ആയിട്ട് വായിച്ചിട്ട് ആ ഒരു വീതം എന്ത് ചെയ്യണം? പാസ്റ്റർക്ക് കൊടുക്കണം. ഇതാണ് ഓഹരി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവനാണ് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കേണ്ടത്. അപ്പൊ ഇന്നാള് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു വിശ്വാസി എന്നോട് പറഞ്ഞു: പാസ്റ്റർ, ഞങ്ങളുടെ സഭയിൽ വചനം പഠിപ്പിക്കുന്നില്ല, സങ്കീർത്തനം വായിച്ച് ആശ്വാസവാക്ക് പറഞ്ഞു വിടുക. അപ്പൊ ഞങ്ങൾ എങ്ങനെ ഇത് കൊടുക്കണേന്ന് അവർ ചോദിക്കുന്നത്. യഥാർത്ഥമായ പുതിയമത്തിൽ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നില്ല, ലേഖനങ്ങൾ പഠിപ്പിക്കുന്നില്ല, വിശ്വാസിക്ക് ആത്മീയ വളർച്ച കിട്ടുന്നില്ല. ഈ ദേവദാസന്മാരോട് ഞാൻ പറയാം, നല്ലവണ്ണം വചനം പഠിപ്പിച്ചിട്ട് വേണത് മേടിക്കാൻ. അല്ലാതെ ഭക്ഷണം കൊടുക്കാതെ ആടിനെ ഇടിച്ച് കറക്കരുത്. ഇന്ന് പലരും അതാ ചെയ്യുന്നേ. ആടിന് വേണ്ടതായ വയറ് നിറച്ച് ഫുഡ് കൊടുക്കില്ല. ഫുഡ് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്, ഉപദേശമാണ്. ഇതൊന്നും പഠിപ്പിക്കാതെ ഇടിച്ച് കറക്കുകയും ചെയ്യരുത്. ആമേൻ. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ പറയാണ്, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്ന എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. എന്നാൽ അങ്ങനെ കൊടുത്തില്ല എന്താണ്? വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. അപ്പൊ വചനം പഠിപ്പിക്കുന്നവർക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ പരിഹസിക്കുകയാണെന്ന്. എന്നിട്ട് പറഞ്ഞു, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇന്ന് ഭയങ്കര വിരുദ്ധന്മാരാണ്. ഓൺലൈൻ മീറ്റിങ്ങിനൊക്കെ എന്ത് ചെയ്യും? ദൈവദാസന്മാരെ വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യില്ല? എല്ലാ ദിവസവും ഓൺലൈൻ മീറ്റിംഗാ. പക്ഷെ ഈ ദൈവദാസന്മാര് വചനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓഹരി എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇത് കൊടുക്കാതെ അവരെന്ത് ചെയ്യണം? പിന്നെ വേറെ ദൈവദാസന്മാരെ ഇങ്ങനെ മാറി വിളിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. എന്നിട്ട് അവർക്ക് എന്ത് കൊടുക്കില്ല? ഒരു 100 രൂപ പോലും, അല്ലെങ്കിൽ 2000 രൂപ പോലും, അല്ലെങ്കിൽ 3000 രൂപ അയച്ചു കൊടുക്കില്ല അവർക്ക്.
കൃപയാൽ എന്നെ ഒരു ഓൺലൈനിൽ കുവൈറ്റിലുള്ള ഒരു സംഘടനക്കാരെന്നെ വിളിച്ചു. അന്ന് അവരൊരു മീറ്റിംഗ് എനിക്കൊരു 3000 രൂപ അയച്ചു തന്നു. കൃപയാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും. കാരണം നമ്മൾ ഈ വചനം പഠിച്ചാൽ ഈ എന്താ പറയാ, ചെലവ് കൂടാതെ യാഗം നടത്താൻ പറ്റില്ല. യാഗം നടത്തിയ ചെലവുണ്ട്, അതേ നമുക്ക് പ്രയോജനം ചെയ്യുള്ളൂ. നമ്മൾ ഈ ഒരു 10 പൈസ കൊടുക്കൂല വചനം പഠിപ്പിക്കുന്നവർക്കാട്ടോ. വെറുതെ പ്രവചനദൂതും പറഞ്ഞ് കാരണം കൃപാവരങ്ങളൊക്കെ ദാനമായി കിട്ടി ദാനമായിട്ട് കൊടുക്കണം എന്നാ. പക്ഷെ വചനം പഠിപ്പിക്കുന്നവന് നിശ്ചയമായിട്ട് ഓഹരി കൊടുക്കണം. കാരണം കൃപാവരമൊക്കെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാ. അത് ഒരിക്കൽ പ്രാർത്ഥിച്ച് നമുക്ക് കൃപാവരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തന്നെ അങ്ങനെ ജോലിച്ചോണ്ടിരിക്കും. പിന്നെ അതിന് അധ്വാനമൊന്നുമില്ല. പ്രവചനവരൊക്കെ അങ്ങനെയാ. പക്ഷെ വചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും വചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് സമയങ്ങളെ വേർതിരിച്ച് കുറച്ച് അധ്വാനം ഉണ്ടത്. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നവർക്ക് ഓഹരി കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം അതാ. അല്ലെങ്കിൽ എന്താണ് പറയാണ്, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നമ്മൾ ചെയ്തതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുകയുള്ളൂ. നമ്മൾ കൊടുത്താൽ നമുക്ക് കിട്ടും. എൻ്റെ അമ്മ ഇതിലൊക്കെ ഭയങ്കര വിശ്വസ്തയായിരുന്നു. അമേൻ. ഭയങ്കര മാതൃകളുള്ള ഒരു അമ്മച്ചിയായിരുന്നു. അമേൻ. കൊടുക്കാനും എടുക്കാനും സുവിശേഷം അറിയിക്കാനും എല്ലാ കാര്യത്തിനും, പാവങ്ങളെ സഹായിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും, ശാരീരികമായിട്ട് ഇനിയിപ്പം അവർ വീടുകളിൽ പോയി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ അതിനൊക്കെ എൻ്റെ അമ്മ വലിയൊരു മാതൃകയായിരുന്നു. അമേൻ. എൻ്റെ അമ്മ ജോലി ഉണ്ടായിരുന്നു, പാലക്കാടായിരുന്നു ജോലി. ആ സമയത്ത് ജോലി കഴിഞ്ഞ് ശമ്പളം കിട്ടിയാൽ ആദ്യം മണ്ണുത്തിയിലെ പാസ്റ്റർ കൊണ്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അമ്മ വന്നിട്ട് എന്ത് ചെയ്യും, 4 കിലോമീറ്റർ അപ്പുറത്ത് വന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു പാവപ്പെട്ട കുറെ കുടുംബങ്ങൾ താമസിക്കുന്ന ഇടമുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് അവരുടെ വീട്ടുകളിൽ പോയി അവർക്കുള്ള വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഭവനത്തിലേക്ക് വരുമ്പോൾ അപ്പച്ചന് വേണ്ടതായ കുറച്ച് കാശ് മാത്രം എന്ത് ചെയ്തു അമ്മ മാറ്റി വയ്ക്കുകയുള്ളൂ. ബാക്കിയൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് അമ്മ കൊടുക്കും. അതുകൊണ്ട് ഇന്ന് അമ്മയുടെ തലമുറകൾ 3 പേരും പാസ്റ്റർമാരാണ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽപ്പാൻ കാരണം എൻ്റെ അമ്മയാണ്. അമേൻ. നാം വിതയ്ക്കുന്നത് തന്നെയാണ് കൊയ്യുക. നമ്മൾ ഒരുപാട് കാശുണ്ട്, പക്ഷെ കർത്താവിന്റെ വേലയ്ക്കും കൊടുക്കില്ല, കർത്താവിന്റെ നാമത്തിന് കൊടുക്കില്ല. അമേൻ. നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കണം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വീതം നിങ്ങളുടെ ദൈവാസനം കൊടുക്കണം, ഒരു വീതം നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് കൊടുക്കണം, ഒരു വീതം എന്ത് ചെയ്യണം, നിങ്ങളുടെ എന്ത് ചെയ്യണം, കർത്താവിന്റെ വേലയ്ക്ക് സുവിശേഷം അറിയിക്കുന്ന ഒരുപാട് ദിവസന്മാരുണ്ട്, പരസ്യങ്ങൾ നടത്തുന്നു. ഞങ്ങളൊക്കെ പരസ്യങ്ങൾ നടത്തുന്നുണ്ട്. ആമേൻ. ഈ പഞ്ചായത്ത് മുഴുവൻ ഞങ്ങൾ ഇങ്ങനെ സുവിശേഷ വേല നടത്തുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അതിന് വണ്ടിയിൽ പെട്രോൾ അടിക്കാനൊക്കെ കാശ് വേണം. ആമേൻ. അപ്പൊ അങ്ങനെയുള്ള സുവിശേഷ വേല ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം. ഇപ്പൊ ഞാനൊരു വണ്ടിക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഈക്കോ, ഏറ്റവും നല്ല വാഹനമാണ്, വില കുറവില് സുവിശേഷ വേല നടത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു വാഹനമാണ് ഈക്കോ വാഹനം. ആമേൻ. അത് കർത്താവ് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരിലൂടെയാണ് പ്രവർത്തിക്കാന്ന് അറിയത്തില്ല, എങ്കിലും അത് കർത്താവ് ചെയ്യും. ഇഷ്ടം പോലെ ദൈവം ചെയ്യും, അനേകരും ഒരുക്കും. കാരണം നമുക്ക് ജോലിയുള്ള സമയത്ത് ഞാൻ മുഴുവൻ കാശും കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ജീവിച്ച ആളാണ്. എന്നിട്ട് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ വിതച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കൊയ്യും. ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, കർത്താവ് അതിലൂടെ എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി ഒരുക്കി തരും. അമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ജഡത്തിൽ വിതയ്ക്കുന്നവൻ എന്ത് ചെയ്യും, ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമ്മൾ കല്യാണം കഴിപ്പിച്ചല്ലേ, കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിച്ച് നല്ല ജോലിയാക്കി, പെൺമക്കളൊക്കെ പഠിപ്പിച്ച് നല്ല ജോലിയാക്കിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കും. പിന്നെ അവരെന്താണ്, ഈ മാതാപിതാക്കൾക്ക് ഒന്നും കൊടുക്കൂല. ഇത് വലിയൊരു അനീതിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എത്ര കാശ് മുടക്കിയാണ് ഇവർ പഠിപ്പിച്ചത്. അപ്പോൾ ഈ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന മരുമക്കളാണെങ്കിലും ചിന്തിക്കണം, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവരുടെ അപ്പനും അമ്മയും അവരെ പഠിപ്പിച്ച് കാശ് മുടക്കിയാണ് പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, പെൺമക്കളാണെങ്കിലും ആൺമക്കളാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടുന്നതിൽ ഒരു ഓഹരി എന്ത് ചെയ്യണം, മാറ്റിവെച്ച് അവർക്ക് നിശ്ചയമായിട്ടും കൊടുക്കണം. എന്നാൽ അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും, അതിലൊരു തർക്കമില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടോ? അല്ലെ 1% എടുത്ത് എന്ത് ചെയ്യുക, ഇവൻ 100 രൂപ കിട്ടി, അല്ലെ 1% എടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ സുവിശേഷ വിലയ്ക്ക് കൊടുക്കണം. അത് നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ കൊടുക്കണ കാര്യമല്ല. ചർച്ചിലെ പാസ്റ്റർക്ക് എന്ത് ചെയ്യുക, ഒരു വീതം എടുത്ത് കൊടുക്കുക. അതേപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, 1% മാറ്റി വയ്ക്കുക. 1% എന്ത് ചെയ്യുക, നിങ്ങളുടെ അപ്പനമ്മമാർക്ക്, അത് പെൺമക്കളാണെങ്കിൽ അവരുടെ അപ്പനമ്മമാർക്ക് കൊടുക്കണം. ആൺമക്കളാണെങ്കിൽ ആൺമക്കളെ വളർത്തി അവരവരെ വളർത്തി അപ്പനമ്മമാർക്ക് എന്ത് ചെയ്യണം, 1% മാറ്റിയെടുത്ത് വെക്കുക. പിന്നെ 7% കൊണ്ട് എന്ത് ചെയ്താൽ നിങ്ങൾ ജീവിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പുതിയ പുതിയ വഴികൾ എന്ത് ചെയ്യും, ദൈവം തുറന്നു തരും. കാരണന്മാരുടെ അനുഗ്രഹം നമുക്കുണ്ടാവും, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, 7ാമത്തെ പോയിന്റ് പറഞ്ഞു. ഇപ്പൊ പാസ്റ്റർമാർക്ക് ശമ്പളമാക്കിയത് കൊണ്ട് അവർക്ക് എന്തില്ല, അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് തലമുറകൾ എന്ത് ചെയ്യാണ്, പുതിയ വരുമാനങ്ങൾ തേടി അവർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. ആമേൻ. ഇനി
പൂർണ്ണമായിട്ട് സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളവരുണ്ട്, ബാഹ്യമായിട്ട് വിളിയുള്ളവരുണ്ട്. ബാഹ്യമായിട്ട് വിളിയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജോലിയും വേലയും എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. എന്നെ കുറിച്ച് കർത്താവ് ആ നിലയിലുള്ള വിളിയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. അങ്ങനെ ഞാനൊരു 6 വർഷം ജോലി ചെയ്ത ആളാണ്. അപ്പൊ തന്നെ എനിക്ക് ചർച്ച ഉണ്ടായിരുന്നു. പിന്നെ കർത്താവ് പറഞ്ഞു പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം. ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് എന്താണ്? സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 2016 മുതൽ പൂർണ്ണമായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിളി അനുസരിച്ച് നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? വേല ചെയ്യാം. ഈ സുവിശേഷ വേല എന്ന് പറയുന്ന എല്ലാവരുടെയും കർത്താവ് ഏൽപ്പിച്ച ദൗത്യമാണെന്നും കൂടെ നിങ്ങൾ മറന്നു പോകരുത്. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും ദൗത്യമാണ്. പിന്നെ വിളിയുള്ളവരും സമർപ്പണമുള്ളവരും മറ്റൊരു തലത്തിലാണ്. അവർ പൂർണ്ണമായിട്ട് വിളിയുള്ളവർ പൂർണ്ണമായിട്ട് വേല ചെയ്യുക. ബാഹ്യമായിട്ട് വേലയുള്ളവർ പകുതി സമയം ജോലി ചെയ്യുക, പകുതി സമയം എന്ത് ചെയ്യുക? വേല ചെയ്യുക. അത് അവരവർക്ക് ലഭിക്കപ്പെട്ട വിളി പോലെ അവർ ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മുടെ തലമുറകൾ അല്ലെങ്കിൽ ദേവദാസന്മാരുടെ പാസ്റ്റർമാരുടെ മക്കൾ വേലയിൽ നിൽക്കാത്തതിന്റെ 7 കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ വീഡിയോ നിങ്ങൾ കേൾക്കണം. പരമാവധി ഇത് എല്ലാവരിലേക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം. കർത്താവ് നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.